നമസ്കാരം. കേരള സംസ്ഥാനത്ത് അനുദിനം കുതിച്ചുയരുന്ന വിലക്കയറ്റം തന്നെയാണ്, മലവെള്ളപ്പാച്ചിൽ പോലെ തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ എല്ലുമുറിയെ പണി ചെയ്തിട്ടും ഒരു നേരത്തെ അന്നം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു ദിവസം കൂലി കിട്ടിയാൽ 10 രൂപ കൂടി പുറമേ നിന്ന് കടം മേടിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് സാധാരണക്കാരൻ്റെ ജീവിതം താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിണറായി വിജയന്റെ ഭരണത്തിൽ ജനം ഇത്രയും ബുദ്ധിമുട്ടിയ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് സാധാരണക്കാർ പറയുന്നു. ന്യായവില ഷോപ്പുകളിൽ ഒന്നും തന്നെ സാധാരണക്കാരന് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വിലക്കയറ്റം അനുദിനം പൊള്ളുന്ന രീതിയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഓണം കടന്നു വരുന്നത്. ഓണം വരുന്നതിനോടനുബന്ധിച്ച് 7 കേന്ദ്രമന്ത്രിമാർ, അതായത് പ്രധാനമന്ത്രി അടക്കം 7 കേന്ദ്രമന്ത്രിമാർക്ക് കേരളം ഔദ്യോഗികമായി ഓണപ്പുടവ കൊടുക്കുന്ന ചടങ്ങ് ഇക്കുറിയും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കണ്ണൂരിലെ കൈത്തറി യൂണിറ്റായ ലോക്നാഥ് വീവേഴ്സിനാണ് പ്രധാനമന്ത്രിക്കും അമിത്ഷായും അടക്കമുള്ള മന്ത്രിമാർക്ക് ഓണക്കോടി നെയ്യുവാനുള്ള സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. കണ്ണൂരിൽ നെയ്തെടുക്കുന്ന ഈ തുണികൾ തിരുവനന്തപുരത്തുള്ള ഹാൻഡ് വീവിൽ എത്തിച്ച് അവിടെ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെല്ലാം കുർത്തകൾ തയ്ച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തിക്കുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉൾപ്പെടെയുള്ള 7 കേന്ദ്രമന്ത്രിമാർക്കാണ് ഇക്കുറി ഓണക്കോടി നൽകുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വസന്തോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓണത്തിന് എങ്ങനെയാണ് കേരളീയർ ഓണമുണ്ണുക എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. കാണം വിറ്റും ഓണമുണ്ണണം എന്ന് പറയുമ്പോൾ വിൽക്കാൻ കാണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കേരളീയർ എന്നുള്ള ദുര്യോഗം തന്നെയാണ് എടുത്തു പറയേണ്ടത്. എങ്കിലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കും അടക്കമുള്ള 7 മന്ത്രിമാർക്ക് വർണ്ണശബളമായ ഓണക്കോടി നെയ്തെത്തിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂരിലെ ലോക്നാഥ് വീവേഴ്സ് എന്ന കൈത്തറി. 30 വർഷത്തിലധികം കൈത്തറി മേഖലയിൽ തൊഴിൽ ചെയ്ത് പരിചയമുള്ള KV സഹജയാണ് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള കൈത്തറി തുണിത്തരങ്ങൾ തയ്യാറാക്കുന്നത്. അവരാണ് കൈത്തറിയിൽ ഈ തുണികൾ നെയ്യുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. ചന്ദന കളറിലുള്ളതും പർപ്പിൾ കളറിലുള്ള തുണികളാണ് പ്രധാനമന്ത്രിക്ക് കുർത്ത തയ്ക്കുന്നതിന് വേണ്ടി. ചന്ദന കളറിലും പർപ്പിൾ കളറിലുമുള്ള തുണികളാണ് KV സഹജ നെയ്യുന്നത്. ഇതിന് കൃത്യമായ രീതിയിൽ രൂപരേഖ സഹജയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. പത്രത്തിൽ കൃത്യമായ രീതിയിൽ കടലാസിൽ ഇതിൻ്റെ രൂപരേഖ ഡിസൈനേഴ്സ് വരച്ച് കാണിച്ചു കൊടുത്തു. അതിൻ പ്രകാരമുള്ള തുണികളാണ് സഹജ തയ്യാറാക്കുന്നത്. എന്തായാലും കേരളം വിലക്കയറ്റത്തിൽ മുങ്ങുമ്പോഴും ഓണം എങ്ങനെ കൊണ്ടാടേണ്ടു എന്ന് മനസ്സിലാക്കാതെ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കും മറ്റ് മന്ത്രിമാർക്കുമെല്ലാം ഓണക്കോടി എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കേരളം ഔദ്യോഗികമായി തന്നെ കേന്ദ്രമന്ത്രിമാർക്ക് ഓണക്കോടി എത്തിക്കുന്നു എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. എന്നാൽ കേരളത്തിൽ കഴിയുന്ന സാധാരണക്കാരൻ ഏതു വിധത്തിൽ ഓണം ആഘോഷിക്കും എന്നുള്ളത് ഇതുവരെയും വെളിവായിട്ടില്ല. ഇക്കുറി ഓണം എങ്ങനെ കൊണ്ടാടും എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരൻ്റെയും ആശങ്ക.